അധ്യാപകന്റെ ആത്മഹത്യാ കേസിൽ കീഴടങ്ങിയ തളിപ്പറമ്പ് എംഎൽഎ ജെയിംസ് മാത്യുവിനെ കോടതി റിമാൻഡ് ചെയ്തു. തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 14 ദിവസത്തേക്കാണ് എംഎൽഎയെ റിമാൻഡ് ചെയ്തത്. അതേസമയം അധ്യാപകനെ തെറ്റിദ്ധരിപ്പിച്ചത് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗമാണെന്ന് ജെയിംസ് മാത്യു പോലീസിൽ മൊഴി നൽകി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് പോലീസിൽ കീഴടങ്ങിയ ജെയിംസ് മാത്യു എംഎൽഎയെ അറസ്റ്റ് രേഖപ്പെടുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. തളിപ്പറമ്പ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡിലായ എംഎൽഎയെ കണ്ണൂർ സബ് ജയിലിലേക്ക് മാറ്റി. കേസിലെ രണ്ടാം പ്രതിയായ എംഎൽഎയുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരുന്നത്. അതേസമയം സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗമാണ് അധ്യാപകനെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എംഎൽഎ മൊഴി നൽകി. ആത്മഹത്യ ചെയ്ത അധ്യാപകന്റെ ഭാര്യ സഹോദരി ഭർത്താവും ചുഴലി ലോക്കൽ കമ്മിറ്റി അംഗവുമായ TVP പ്രഭാകരനെതിരെയാണ് ജെയിംസ് മാത്യു മൊഴി നൽകിയിരിക്കുന്നത്. സ്കൂളിനെതിരെ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച് പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ടെന്ന് ഇദ്ദേഹം അധ്യാപകനെ തെറ്റിദ്ധരിപ്പിച്ചു. സ്കൂളിനായി അനുവദിച്ച ആസ്തി വികസന ഫണ്ടിൽ നിന്ന് താൻ 20% കൈക്കൂലി ആവശ്യപ്പെട്ടതായും ഇയാൾ CPM ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. ഇങ്ങനെ സംഭവിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് അധ്യാപകനെ പ്രഭാകരൻ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് മൊഴിയുടെ ഉള്ളടക്കം. അതേസമയം MLA ചൂണ്ടിക്കാണിച്ച വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ശ്രീകണ്ഠാപുരം CI KA ബോസ് റിപ്പോർട്ടറോട് പറഞ്ഞു. K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ, കണ്ണൂർ.